ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ മരിയ. വിശുദ്ധ ജത്രൂദിന്റെ പ്രാർത്ഥന, അത്ഭുത പ്രാർത്ഥന, 1000 ആത്മാക്കളെ സ്വർഗത്തിലേക്ക് മോചിപ്പിക്കുന്നു എന്നറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ഈ പ്രാർത്ഥന 3 രീതികളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. 3 രീതികളിൽ. ഒന്നാമത് അതൊരു ജപം പോലെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴൊക്കെ വേണമെങ്കിലും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന മാത്രമായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടാമത് മറ്റു പ്രാർത്ഥനകളുടെ കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജപമാലയുടെ രഹസ്യങ്ങളുടെ ഇടയിൽ ദശകങ്ങൾക്ക് ശേഷം ഓരോ രഹസ്യം കഴിഞ്ഞിട്ടുള്ള അതിനുശേഷം പ്രാർത്ഥിക്കാം. കരുണക്കൊന്തയാണെങ്കിൽ അതിന് മുൻപ്, കുർബാനയ്ക്ക് മുമ്പ് കുർബാനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. മറ്റ് വണക്കമാസ പ്രാർത്ഥനകളുടെ കൂടെ പ്രാർത്ഥിക്കാം. കുടുംബ പ്രാർത്ഥനയിലെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോട് കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാം. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം. ഇനി മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജപമാലയായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. അതായത് 50 തവണ ഈ പ്രാർത്ഥന വരുന്ന രീതിയിൽ ജപമാല, അതായത് സാധാരണ ജപമാല എടുത്തുകൊണ്ട് ആ ജപമാല രഹസ്യങ്ങൾ ധ്യാനിക്കുന്നില്ല, പകരം അതുപോലെ നന്മ നിറഞ്ഞു മറിയാൻ പ്രാർത്ഥിക്കില്ല. രഹസ്യങ്ങളുടെ ഇടയിൽ നമ്മൾ 50 തവണ നന്മ നിറഞ്ഞു മറിയാൻ പ്രാർത്ഥിക്കുമല്ലോ, 5x10 തവണ. അത് മാറ്റിയിട്ട് അതിന് പകരം ഈ പ്രാർത്ഥന, ശുദ്ധീകരണ സ്ഥലത്തിന് വേണ്ടിയുള്ള ഈ ജത്രൂദിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അത്രമാത്രം ചെയ്തു കഴിഞ്ഞാൽ അതൊരു ജപമാല രൂപത്തിലായി. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ.